ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എനിക്ക് ഈ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ അർത്ഥം പണ്ട് ഇങ്ങനെ ഇല്ലേന്നു. ആദ്യമൊന്നും എനിക്കങ്ങനെ യാത്ര പോവുക, അങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ അങ്ങനെ പോവാന്നൊക്കെ പറയുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. കാരണം മക്കളെയൊക്കെ കൊണ്ട് പോയി മടങ്ങി വന്ന് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുള്ളൂ കേട്ടോ. ഇപ്പം അങ്ങനെയല്ല, എനിക്കിങ്ങനെ യാത്ര വണ്ടിയിൽ ഇങ്ങനെ പോവുക, ചെറിയൊരു മഴയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഓരോ വർഷം പ്രായം കൂടുന്തോറും നമുക്ക് ഓരോരോ നമ്മുടെ ചിന്താഗതികളൊക്കെ മാറുമല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ എന്തോ തോന്നുന്നു. എനിക്കിപ്പോൾ കുറച്ച് കാലമായിട്ട് ഭയങ്കര എവിടേക്കെങ്കിൽ പോകാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. തമ്മനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മളൊന്ന് ചുറ്റിക്കറങ്ങാൻ പോവാണ്. ചുറ്റിക്കറങ്ങാൻ എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു കല്യാണമുണ്ട്, അതും വയനാട്ടിലാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു 8 മണിക്ക് ഇറങ്ങണം എന്നുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് നല്ലൊരു കപ്പ് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഇടാൻ പോകുന്ന ഒരു ഡ്രസ്സ് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇന്നലെ അങ്ങോട്ട് തയ്ച്ച് മുഴുവനാക്കി ഇട്ടതാണ് ഇന്ന് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. നല്ല പുതിയ ഡ്രസ്സും കൂടിയൊക്കെ ഇടുമ്പോൾ ആഹാ അന്തസ്സല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ നല്ലൊരു അടിപൊളി ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തു. ഇപ്പോൾ എനിക്ക് കുറേ കാലമായിട്ടുള്ളൊരു ഇതാണ് കോട്ടൺ ഡ്രസ്സുകളോടുള്ള ഇഷ്ടം കേട്ടോ. അതൊക്കെ എല്ലാ തരത്തിലുള്ള ഡ്രസ്സും ഞാൻ എല്ലാ തരത്തിലുള്ള ചുരിദാറുകളും കാര്യങ്ങളൊക്കെ ഇടാറുണ്ടായിരുന്നു. ഇപ്പോൾ അതിലും മാറ്റേണ്ട, എനിക്കിപ്പോൾ കോട്ടനോടാണ് കൂടുതൽ താല്പര്യം. ഞാൻ കോട്ടൺ ഡ്രസ്സുകളാണ് ഇപ്പം ക്ലോത്ത് വാങ്ങുക, ഓരോരോ മോഡലിൽ ഇഷ്ടപ്പെട്ട മോഡലിൽ ഇഷ്ടപ്പെട്ട ഡിസൈനിൽ തയ്ക്കാം. അതുപോലെ തന്നെ എനിക്ക് ഉള്ള മാറ്റം എന്ന് പറയുന്നത്, പിന്നെ ഞാൻ ആദ്യമൊക്കെ ടോപ്പുകൾ ചുരിദാർ സാധാരണ നോർമൽ ചുരിദാറുകളില്ലേ അതേ സ്റ്റിച്ച് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന, അതായത് എനിക്ക് ബോറില്ല എന്നുള്ള കാണുന്ന രീതിയിലൊക്കെ ഞാൻ തയ്ക്കാറുണ്ട്. ഞൊറികളൊക്കെ വെച്ചിട്ടും ഒക്കെ തയ്ക്കാറുണ്ട് കേട്ടോ. ഈ ആരെന്തെങ്കിലും പറഞ്ഞോട്ടെ, ആര് പറഞ്ഞാലും എന്താ, നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് കംഫർട്ടായ ഡ്രസ്സ് ധരിക്കുക എന്നൊക്കെ ഉള്ള തുടങ്ങി. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ എനിക്കുണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒക്കെയാണ് ഞാൻ എന്നെ മനസ്സിലാക്കണത് കേട്ടോ, നമുക്ക് വരുന്ന ചെറിയ മാറ്റങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ ഇത് തുടങ്ങുന്നത് തന്നെ ഭയങ്കര സാഹിത്യമൊക്കെ ആയിട്ടാണല്ലോ എന്ന്. സാഹിത്യമായിട്ടല്ല, എനിക്കിതൊക്കെ ഇങ്ങനെ ഞാനിത് എഡിറ്റ് ചെയ്തുകൊണ്ട് നിന്നപ്പം എനിക്ക് വന്നൊരു കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാറുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര മടിയേനും. എന്താ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചിന്തിക്കുമോ, എന്താ അപ്പോൾ പറയാമെന്നൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ഈ പ്രില്ലായിട്ടൊക്കെ ഉള്ള കുർത്തിയൊക്കെ ഇടുമ്പോൾ ഇപ്പോൾ ഞാനൊന്നും നോക്കാറില്ല. എനിക്ക് എന്താണോ സംഭവം എനിക്കിഷ്ടം, ഇട്ടാൽ ഭംഗിയുള്ളത് ഏതാണോ അത് ഞാൻ ഇടും. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ കത്തി അടിക്കൽ മാറ്റി വെച്ചിട്ട് നമ്മൾ കാര്യത്തിൽ കിടക്കാം. അപ്പോൾ ഇത് ഞാൻ രാവിലെ 8 മണിക്ക് ഇറങ്ങണം എന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വയനാടാണ് കേട്ടോ പ്രോഗ്രാം. എവിടെ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ്റെ പിന്നെ മോൻ്റെ അങ്ങനെ പറയുമ്പോൾ കുറേ നീട്ടി വലിച്ച് പറയാനുണ്ടാവും. പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ പിന്നെ മരുമോളുടെ ആങ്ങളുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ മരുമോള് നമ്മൾ വയനാട് നിന്നായിരുന്നു കല്യാണം കഴിച്ച് കൊണ്ട് അന്ന് ഞങ്ങൾ ഇതേപോലെയൊക്കെ പോയി വീടൊക്കെ കണ്ടൊക്കെ പോകുന്നതായിരുന്നു കേട്ടോ. പിന്നെ പോകുന്നത് ഇപ്പോഴാണ് ഇങ്ങനെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സത്യമായിട്ട് ഭയങ്കര ഒരു സന്തോഷമാണ്. ഒന്നാമത് അങ്ങോട്ട് പോകാമല്ലോ, ഒരു യാത്ര ആവും, പിന്നെ നമുക്ക് അവിടെ എല്ലാവരും ഒന്ന് കാണാം, ഒരു കല്യാണമൊക്കെ കൂടി പോരാം എന്നൊക്കെ ഉള്ള അതും അങ്ങനെ 2 തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഞാനിത് ഒരുപാട് ആഗ്രഹിച്ച കാര്യമായതുകൊണ്ട് ഇത് നടക്കൂ എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അത്ര അധികം ആഗ്രഹിക്കുമ്പോൾ അത് മിക്കവാറും നടക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ഇന്നിപ്പോൾ ഞാൻ ഭയങ്കര പൂതിച്ചിട്ട് പോകണം. കല്യാണം പറഞ്ഞ് 12-ാം തീയതി ആണ് കല്യാണം എന്ന് പറഞ്ഞ ആ സമയത്ത് പോണട്ടോ എന്ന് പറഞ്ഞ് മക്കളെയൊക്കെ ഞാൻ നീനുവിനെയൊക്കെ ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. മോളൂനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോവാം, നമ്മളെല്ലാവരും കൂടി പോവല്ലേ. നീനുട്ടിനോട് പറഞ്ഞു 12-ാം തീയതി ലീവ് എടുക്കാൻ പറ്റുമെങ്കിൽ വാന്ന്. ഓക്കു ലീവ് കിട്ടിയില്ല, മോള് വന്നതുമില്ല. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടിയാണ് പോകുന്നത് കേട്ടോ. രാവിലെ തന്നെ ഭയങ്കര ഡ്രസ്സിങ് ആണ്. അത് ഫുഡും കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കൂല, ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. പഴം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴമൊക്കെ ഉണ്ട്, ബ്രെഡ് ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്ടിത്തരാം അല്ലെങ്കിൽ പുഴുങ്ങിത്തരാം, അല്ലാതെ ഫുഡൊന്നും ഉണ്ടാവില്ല. ഫുഡൊക്കെ ഉണ്ടാക്കാൻ നിന്നാൽ അത് പാത്രം കഴുകണം, അതെടുത്തേക്കണം, അതൊക്കെ അങ്ങോട്ട് ആക്കുമ്പോഴേക്കും നമുക്ക് പോകാനുള്ള ആ മൂഡ് അങ്ങോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കലാപരിപാടികൾക്കൊന്നും നിൽക്കാതെ വേഗം രാവിലെ ഡ്രസ്സൊക്കെ മാറ്റി നല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മേക്കപ്പൊക്കെ ചെയ്ത് അതാ ഒരു വിധം എനിക്ക്
അടിപൊളിയായി എന്നുള്ള രീതിയിൽ ഞാൻ ഡ്രസ്സ് മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ പോവണം. ഇനി ഇതുമ്മൂൻ്റെ മുടിയൊന്ന് വാരണം. ഓള് പുതിയ ടോപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി വാങ്ങിയ ടോപ്പാണ്. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ നമുക്ക് അധികം കണ്ട് പറയാം, ഷോർട്സ് ആയതുകൊണ്ട് അധികം പറയാൻ പറ്റില്ല. നല്ല നല്ല കളക്ഷൻസ് ഡ്രസ്സുകളുണ്ട്. അരീക്കോടാണ്. അരീക്കോടുള്ള ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പോയി നോക്കണം. നല്ല പാകത്തെ വിലക്ക് ഒരുപാട് ടോപ്പുകളും ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത് ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇതുമൂന്നൊക്കെ നമ്മൾ ഒന്ന് വാങ്ങാം. ഇന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ അടുത്തത് വാങ്ങാം, അതേ നടക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ അടുത്ത പരിപാടി ആകുമ്പോഴേക്കുള്ളൂ അതിട്ട് കേടെടുത്തും. പിന്നെ ആകെ ട്യൂഷന് മാത്രമല്ലേ പോകാനുള്ളൂ. സ്കൂൾക്കൊക്കെ കളർ സാധാ യൂണിഫോമും അല്ലേ. അപ്പം ഞാൻ ഇതെന്തായി കാണിക്കുന്നത് വെച്ചാൽ ഡ്രസ്സിൻ്റെ പാൻറ്റിൻ്റെയൊക്കെ ലൂസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള പാൻറ്റാണ്. ടോപ്പ് കുറച്ച് ഫ്ലെയർ ആയിട്ടുള്ള ഞൊറിവൊക്കെ വെച്ചിട്ട് കാണാം. നല്ല മുന്നിൽ യോക്ക് ഭാഗത്ത് പ്രിൻ്റൊക്കെ ഒന്ന് ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നവർ നമ്മുടെ ചാനലിൽ നമ്മളെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ശ്രുതി സലാം നമ്മുടെ സ്റ്റിച്ചിങ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ 2 വീഡിയോ ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ സെപ്പറേറ്റ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോക്കിയിട്ട് എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ 8 മണിയായി. ഞങ്ങളൊക്കെ ഇറങ്ങി. എൻ്റെ ഹസ്ബൻഡ് അവിടെ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി സെറ്റാക്കിയിട്ട് ഇന്നലെ തുടങ്ങിയതാണ്. വണ്ടിയെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി അതൊന്ന് റെഡിയാക്കിയൊക്കെ എടുത്തിന് എന്താ പറയുക, ടയറിൽ കാറ്റുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വീടൊക്കെ പൂട്ടി ഇറങ്ങി കേട്ടോ. ഇറങ്ങിയതാ നേരെ യാത്ര തിരിച്ചു. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ ഈ ഒരു പുറത്തൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന നല്ല നല്ല കാഴ്ച കാണുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മെയിൻ ഒരു ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ വരെ ഇടയ്ക്ക് വിട്ട് പോകുന്നുണ്ടായിരുന്നു. മൂപ്പരിങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയട്ടെ, ഈ എന്താ വീഡിയോ എടുക്കാത്തത്, നല്ല നല്ല സ്ഥലമൊക്കെ കാണുമ്പോൾ എന്താ വീഡിയോ എടുക്കാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. മൂപ്പര് ഓർമ്മപ്പെടുത്തുമ്പോഴാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ടാക്കണത് തന്നെ കേട്ടോ. ആ ബാക്കിൽ ഇതും ഇരിക്കുന്നുണ്ട്. ഇറങ്ങാൻ നേരത്തെ ഇതും ഉളപ്പിച്ച് ചെറിയൊരു കച്ചറ, അതുകൊണ്ടാണ് ഓള് ബാക്കിൽ ഇരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇന്നെ ബാക്കിലാക്കിയിട്ട് ഓളാണ് മുന്നിലിരിക്കൽ. ഞാൻ ഇതും പോരുമ്പോൾ ഞാൻ അധികവും പിന്നെ ബാക്കിലായിരിക്കും. അങ്ങനെ ഞങ്ങളിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് പോയിട്ട് ഞങ്ങൾ രാവിലെ അവിടുന്ന് ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെള്ളം മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു അരമണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ കടയിൽ കയറിയിട്ട് ചായ കുടിച്ചു. അപ്പോൾ അവിടെ ചായക്ക് ചെറിയൊരു കട കേട്ടോ. രാവിലെ ഇപ്പോൾ സമയം ഏകദേശം 8:45 ആവുന്നേ ഉള്ളൂ. അങ്ങനെ ഓരോരുത്തർ വരുന്ന ചെറിയൊരു കടയാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നല്ല ചൂടുള്ള പഴംപൊരിയും ചായയും കുടിച്ചു. അപ്പോൾ നിങ്ങൾ ഡയറ്റല്ലേ ഇന്നത്തെ ദിവസം ഞാൻ അതായത് പിന്നെ നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന സംഭവങ്ങളൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് വിടുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഡയറ്റിൻ്റെ അങ്ങനെ അങ്ങോട്ട് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസിൻ്റെ വീഡിയോ എന്തായാലും 15-ാം തീയതി ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്ക് 15-ാം തീയതി ആകുമ്പോൾ നമുക്ക് ഒരു മാസമായിട്ടോ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു മാസം കൊണ്ട് എത്ര വെയിറ്റ് കുറവെന്നൊക്കെ നമുക്ക് അന്നത്തെ ഇതിൽ ചെയ്ത് നമ്മൾ ചെറിയൊരു എന്താ പറയുക യാത്രാ വിവരണ പിന്നെ വ്ളോഗാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ ആ വെയിറ്റ് ലോസിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ ചെറിയൊരു ചീറ്റ് ഡേ ആണ് കുട്ടികൾ. കാരണം അപ്പോൾ എപ്പോഴും ചീറ്റ് ഡേ ആണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെ ചെയ്യാതെ വേറെ വഴിയില്ലല്ലോ. യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ നടക്കുള്ളൂ അല്ലേ. അങ്ങനെ ഞാനൊരു പഴംപൊരിയും ചായയും എൻ്റെ ഹസ്ബൻഡ് ഒരു നുറുക്കും ചായയും, പിന്നെ മൂപ്പർക്ക് എണ്ണക്കടി അങ്ങനെ താല്പര്യമില്ലാത്തതുകൊണ്ട് നുറുക്കാട്ടോ വാങ്ങിയത്. ഇതും പപ്സൊക്കെ കുടിച്ച് ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് പോയാൽ ഞങ്ങൾ അവിടെ നിന്ന് കല്യാണ വീട്ടിൽ നിന്ന് ഇനി ഫുഡ് കഴിക്കുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ അത് മാത്രം ഞങ്ങൾ കഴിച്ചത് കേട്ടോ. പിന്നെ ഈ ചുരം കയറുന്ന സമയത്തൊന്നും ഞങ്ങൾക്ക് വിശക്കണവും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് രാവിലെ അങ്ങനെ വലിയ വിശപ്പൊന്നും ഇല്ലാത്ത ആളാണല്ലോ ഞാൻ. അപ്പം പിന്നെ അതുകൊണ്ട് എനിക്കങ്ങനെ ഭക്ഷണം വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതായത് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ആളാണ് കേട്ടോ ഹനാൻഷ. അപ്പം മോനെ കണ്ടപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്തത്. അങ്ങനെ ഞങ്ങൾ കാഴ്ച കണ്ട് 2 സൈഡും പച്ചപ്പരവതാരി വിരിച്ച പോലെയുള്ള ഏതോ കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ വീഡിയോ എടുക്കുമ്പോൾ എന്താ പറയുക, ഈ ഫ്ലെക്സ് നമുക്ക് വീഡിയോ എടുക്കുന്നതിനൊരു തടസ്സമാണ്. നല്ല 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 ഭംഗിയുള്ള സ്ഥലം ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു ഫ്ലെക്സ് കാണുമ്പോൾ എനിക്ക് സത്യം പറയാൻ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു കേട്ടോ. നമുക്ക് വണ്ടി നിർത്തിയിട്ട് നല്ല ഭംഗിയുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല നല്ല സ്ഥലം. ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട് കേട്ടോ, അത് അവിടെ നിർത്താം, നമുക്ക് വീഡിയോ എടുക്കാം, ഫോട്ടോസ് എടുക്കാം എന്നൊക്കെ. അപ്പോൾ മൂപ്പർ പറഞ്ഞ ചുരം എത്തട്ടെ, ചുരത്തിൻ്റെ അവിടെയൊക്കെ നല്ല ഭംഗിയുള്ള
നല്ല സ്ഥലമുണ്ട്, 9-ാം വളവോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു, അവിടെയൊക്കെ നല്ല സ്ഥലമുണ്ടല്ലോ, അവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട്. നിർത്തുമെന്നൊന്നും എനിക്ക് ഒരു പിടുത്തില്ലാത്തൊരു പോക്ക് ചെയ്യുന്നു കേട്ടോ. എന്നാലും പക്ഷേ ഇതന്നെ ഭയങ്കര രസമായിരുന്നു. ചെറിയൊരു മഴൻ്റെ ഒരു പോരായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം മഴയും കൂടി ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യുന്നു. കാരണം നമ്മൾ ചെറുതായിട്ട് കേട്ടോ, കൂടുതലൊന്നും വേണ്ട, കൂടുതലായാൽ പിന്നെ നമുക്ക് ടെൻഷൻ ആവുമല്ലോ. അപ്പോൾ ഇത് ചെറിയൊരു മഴ ഇങ്ങനെ പാറ്റിലൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു കാറിൻ്റെ മുന്നിൽ ഇങ്ങനെ ചെറിയൊരു വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഇതാ നമ്മൾ മെല്ലെ മെല്ലെ ഇങ്ങനെ ചുരമൊക്കെ കയറി തുടങ്ങി, നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ തുടങ്ങി. പിന്നെ ഇത് അവിടെയൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ നിർത്താൻ പറ്റിയ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ ആരും വിശക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നിർത്തിയില്ല. പിന്നെ എല്ലാവരും നിർത്തുന്ന ഒരു സ്ഥലം എത്തട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ഒരുവിധം കാണാൻ ഭംഗിയുള്ള എല്ലാവരൊക്കെ വണ്ടി നിർത്തുന്ന ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്തി ഇങ്ങനെ നിൽക്കുന്ന സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തിയിട്ട് ഇതാ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു. ഒരുപാട് കുറേ കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുമുന്നേ ഇറങ്ങാൻ ഭയങ്കര പേടിയിട്ടോ, കുരങ്ങനെ കണ്ടിട്ട് അത് മേത്തേക്ക് ചാടുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ഓള് ഇറങ്ങാൻ കൂട്ടൊക്കെ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഓള് ഇറങ്ങിയത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നല്ലൊരു സമാധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല നമുക്ക് അവിടെയൊക്കെ നിൽക്കുമ്പോൾ പ്രത്യേക ഒരു റിലാക്സാണ്, ഒരു ടെൻഷനില്ല, ഒന്നുമില്ല, ഭയങ്കര ഒരു പീസായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പുറത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് വണ്ടിയിൽ ഇരിക്കണേങ്ങാണ് തണുപ്പാണ്. നമുക്ക് പുറത്തിറങ്ങുമ്പോൾ കണ്ടോ ഇവിടെയൊക്കെ നല്ല തണുപ്പും മരങ്ങളും കാര്യങ്ങളും ഒക്കെ പുറത്തൊക്കെ കണ്ട് നോക്കുമ്പോൾ നല്ല ഈ ഒരു പച്ച കളർ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സമാധാനം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ പറയണ കേൾക്കുമ്പോൾ അതെന്താണ് വെക്ക് വട്ടായോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല, ഇതിപ്പോൾ പിന്നെ എന്താ പറയുക, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണല്ലോ. പിന്നെ ഞാനാണെങ്കിൽ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ പണ്ടത്തെ പാട്ടുകളൊക്കെ വെച്ചിട്ടാട്ടോ ഞാൻ പോണത്. അങ്ങോട്ടൊക്കെ നോക്കി വാ. പിന്നെ എന്താ വെച്ചാൽ ഭയങ്കര ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പോകുന്നത് കൊണ്ട് നമുക്ക് അധികം അങ്ങോട്ട് ആ റോഡിന് ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. എനിക്ക് ആ റോഡിന് നടുകൂടെ നടക്കണ ഒരു വീഡിയോ എടുക്കാൻ ഭയങ്കര പൂതിയുണ്ടായിന്. പക്ഷേ വണ്ടികളുടെ ഒരു അധികം കുറേ ഇങ്ങനെ നിൽക്കാതെ വണ്ടി പോയില്ലേ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ 9-ാം വളവിൻ്റെ അവിടെ എല്ലാവരും നിർത്തി വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കൂലേ, അവിടെ നിർത്തിയിട്ട് നമ്മൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. ആ വളവൊക്കെ കണ്ട് നമ്മൾ കയറിപ്പോകുന്ന വളവുകളൊക്കെയാണ് ആ കാണുന്നത്. നമ്മളിങ്ങനെ ഇപ്പോൾ വണ്ടിയിൽ പോകുന്നില്ലേ, ആ വളവുകളൊക്കെയാണ് ഇതായി കാണുന്നതൊക്കെ. അതൊക്കെ ഞാൻ ഇതുമോന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു കേട്ടോ. അതാണ് നമ്മൾ അയക്കൂടിയാണ് പോകുന്നത് എന്നൊക്കെ. ഇതുമോ ചെറുപ്പത്തിലാണ് നമ്മൾ വയനാട് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ. അവൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്ഥലമൊക്കെ കാണുമ്പോൾ ഇന്ത്യ കാണും സന്തോഷം ഓക്ക്. അവൾ പറഞ്ഞു എന്ത് ഭംഗിയാമച്ചേ ഫുള്ള് ഭയങ്കര ഹാപ്പി ഇട്ടോള്. ഞാനിത് എൻ്റെ കിട്ടിയോനോട് എന്താ പറയണത്, ഒന്ന് ഇങ്ങോട്ട് നോക്കി ഒന്ന് ചിരിക്കുന്നൊക്കെയാണ് പറയണത് കേട്ടോ. മൂപ്പര് കണ്ണാടയൊക്കെ ഊരി ഒന്ന് വീഡിയോയിലൊക്കെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട്. മൂപ്പർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതങ്ങോട്ട് കാണിക്കത്തില്ല. അതാണ് മൂപ്പരുടെ ഒരു സ്വഭാവം. പിന്നെ കുറേ ഞങ്ങൾ 3 കൂടിയുള്ള ഒരുപാട് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞാൻ സ്റ്റോറിയൊക്കെ ഇട്ടപ്പോൾ എൻ്റെ മോളൂനും നീനുനൊക്കെ കുശുമ്പ് ഓലൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ആരപ്പത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞങ്ങളെ കളിയാക്കി. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിഞ്ഞ് ഒരു വിധം ഞങ്ങൾ ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ലൊക്കേഷൻ ഇട്ട് വന്ന് കണ്ടുപിടിച്ച് അവിടെ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കല്യാണം വയനാടൊക്കെ കല്യാണം എന്ന് പറയുന്നത് തുടങ്ങുന്നത് തന്നെ 1 മണിക്കാത്ര. നമ്മളിവിടെയൊക്കെ അരീകോടൊക്കെ 11 മണിയായാൽ ചെമ്പ് അങ്ങോട്ട് പൊളിക്കും, ബിരിയാണി ചെമ്പ്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ 1 മണിക്കാത്ര പിന്നെ ബിരിയാണി ചെമ്പൊക്കെ പൊട്ടിക്കുക. അപ്പോൾ നമ്മളിവിടെ ഒന്ന് ഒരു നേരത്തെ എത്തിയതാട്ടോ. 11-11:45 ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും വന്നത് കേട്ടോ. പിന്നെ ഞങ്ങളിതാ അവിടുന്ന് കുറേ ഫോട്ടോസ്. ഇതുവരെ പുതിയൊന്നും ഇതുവരെ വന്നിട്ടില്ലേ. ഇന്നലെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓളെ വീട്ടിലെ പരിപാടി ഇന്നലെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ ചെറിയൊരു റിസപ്ഷനാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതാ ആ പുതിയവനൊക്കെ മാറ്റിക്കൊണ്ട് നിൽക്കുന്നത്, ഇതുവരെ എത്തിയിട്ടില്ല. ആ ബ്ലൂ ഷർട്ട് ഇട്ട ആളില്ലേ, അതാണ് എൻ്റെ പിന്നെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മോന്. ആ മോനാണ് ഇവിടുത്തെ മകളെ കല്യാണം കഴിച്ചത്. പിന്നെ ആ ഓളെ ആങ്ങളുടെ കല്യാണമാണിത് കേട്ടോ. അങ്ങനെ കണ്ടോ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണി ഉണ്ടായിരുന്നു, മന്തി ഉണ്ടായിരുന്നൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം പിന്നെ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് പുതിയണ്ണിൻ്റെയൊക്കെ പിന്നെ ആ ഒരു വരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയായിട്ടും ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മൊത്തത്തിൽ ഒന്നായിട്ടൊന്നും വീഡിയോ എടുത്തില്ല, കുറച്ചൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു.
നല്ല നല്ല അടിപൊളിയായിട്ടുള്ള പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഓലെ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നവർ പറയുന്നതിനനുസരിച്ചാണല്ലോ ഓൽക്ക് നടക്കാൻ പറ്റുള്ളൂ. ഓല് കുറച്ച് നടക്കും, അപ്പോൾ പിന്നെ ഓല് വീഡിയോസ് എടുക്കുന്നവരോട് ഓല് നിൽക്കാൻ പറയും, പിന്നെയും കുറച്ച് കഴിഞ്ഞ് പിന്നെ നടക്കാൻ പറയും. അങ്ങനെ 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 കുറേ നേരത്തെ ഒരു പ്രോസസ്സിങ് ആണ് ഉള്ളത് കേട്ടോ. ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഇവർ കുറച്ച് നടന്നു വരും, പിന്നെ അങ്ങോട്ട് തന്നെ പോകും, പിന്നെ ഇങ്ങോട്ട് തന്നെ നടത്തിച്ചും. കാരണം ഒക്കെ നിയന്ത്രിക്കുന്നത് ഈ ഫോട്ടോഗ്രാഫർമാരാണല്ലോ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. ഇതാ ഈ ഒരു ഈ ഒരു വെടിയൊക്കലും സംഭവങ്ങളും ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ സ്റ്റേജിൽ കയറിയിട്ട് കുറേ വെട്ടം കറക്കി കുറേ സംഭവങ്ങളും കലാപരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഫുഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ, നല്ല ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു. അപ്പോൾ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ മന്തി ഉണ്ടായിരുന്നു, പിന്നെ നല്ല പച്ചക്കറിയും ചോറും, അതായത് ചോറ്, സാമ്പാർ, അവിയൽ, പിന്നെ ഉപ്പേരി, പപ്പടം എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും നമുക്കും തരും കേട്ടോ കുറേശ്ശൊക്കെ. പിന്നെ മന്തിക്ക് മയോണൈസും അതും ഉണ്ടായിരുന്നു, തൈര്, ചമ്മന്തി, അച്ചാർ, എല്ലാ ഫുഡും അടിപൊളിയായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബീഫ് ബിരിയാണിയാണ് കഴിച്ചത്. ഇതും ലേശം ബീഫ് ബിരിയാണി കഴിച്ചു. പിന്നെ ഓക്ക് മന്തി ഭയങ്കര ഇഷ്ടമാണല്ലോ, അപ്പോൾ ഞാൻ ഓക്ക് ഇച്ചിരി മന്തി ഇടിച്ചു കിട്ടും. ഞാൻ പിന്നെ ബീഫ് ബിരിയാണി മേലെ അങ്ങോട്ട് നിർത്തി. അപ്പോൾ അത് കഴിച്ച് പിന്നെ മധുരത്തിന് അവിടെ ചെറിയ കേക്കും സംഭവങ്ങളും ഈ ജിലേബിൻ്റെ കുഞ്ഞി ജിലേബില്ലേ മഞ്ഞ ചോപ്പൊക്കെ ആയിട്ട് അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ കുറേ നേരം കുറേ കണ്ടു, പരിപാടികളൊക്കെ കണ്ടു. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് പുതിയാപ്പിളിൻ്റെ പുതിയൻ്റെ ഒപ്പം നിന്ന് കുറേ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഒരു 3 മണിക്കാണ് അവിടുന്ന് ഇറങ്ങിയത്. ഞങ്ങളൊരു 5:30-6 മണിയായപ്പോഴേക്കിന് നാട്ടിൽ തിരിച്ചെത്തി. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അതേ കാഴ്ചയാണല്ലോ ഇങ്ങോട്ടും വരുമ്പോൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞത് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ എവിടെ നിർത്താനോ ഫുഡ് കഴിക്കാനോ ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. മൂപ്പർക്ക് ചായ ഒക്കെ കുടിക്കാൻ കൊതിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വീട്ടിലെത്തിയിട്ട് ഞാൻ നല്ല അടിപൊളി ഇഞ്ചി ചായ ഒക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒന്നും വണ്ടി നിർത്തിയില്ല കേട്ടോ. പിന്നെ നേരെ ഞങ്ങളൊരു 6 മണിയൊക്കെ ആയതോടുകൂടി ഞങ്ങൾ വീട്ടിലെത്തി. ഇവിടെത്തിയപ്പോൾ ഞാൻ ചെത്ത് എന്നുള്ളൊരവസ്ഥയിൽ നമുക്ക് ഈ അടുക്കളയിൽ കിടന്നിട്ടുള്ള അതല്ലേ അറിയുള്ളൂ, പാത്രം കഴുകുക അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കല്ലേ അറിയുള്ളൂ. നമ്മൾ ഈ വണ്ടിയിൽ അധിക ദൂരമൊന്നും യാത്ര ചെയ്യാത്ത ആളല്ല. അതുകൊണ്ട് തന്നെ രാവിലെ ഇറങ്ങി യാത്ര ചെയ്തതിന് നല്ല ക്ഷീണമുണ്ട്. അപ്പം ചായ ഒക്കെ കുടിച്ചൊന്ന് റെഡി ആവട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം.